ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനേ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നല്ല ഫുഡൊക്കെ കഴിച്ച് രാവും പകലുമില്ലാതെ വിശ്രമമെടുത്ത് നമ്മള് എന്താ പറയാ വെയിൽ പോലും കൊള്ളാതെ നമ്മൾ വീടുകളിൽ ഇരിക്കുവാണല്ലേ? അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. എൻ്റെ കണ്ണ് നിറയിച്ച ഒരു സംഭവമാണ്. രാവും പകലും ഇല്ലാതെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആരും ചിന്തിക്കാറില്ല. ഒരു നിമിഷം നമ്മളൊന്ന് വിചാരിച്ച് നോക്കാം, ആളാരാന്ന് നമുക്ക് പിടുത്തം കിട്ടും. രാവും പകലും ഇല്ലാതെ മഴയും മഞ്ഞും എല്ലാം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഇപ്പോൾ വെടിയേൽക്കും എന്നുള്ള ചിന്തയില് ഓരോരുത്തരെയും സംരക്ഷിക്കണം, അവരെ നോക്കണം. എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ട്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുത്താലും ഞാൻ അവരെ സംരക്ഷിക്കും എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന അനേകം പട്ടാളക്കാരുണ്ട്. ഒരു നിമിഷം പോലും ആരും അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ പട്ടാളക്കാരൻ പറയാണ്, എപ്പോഴാണ് വെടി വരുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങൾ കുളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ആ പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ അതൊരു വലിയ വിഷമമായി. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. നമ്മൾ വൈകുന്നേരങ്ങളിലും അല്ലാതിരിക്കുന്ന സമയങ്ങളിലും നമ്മളെ രാജ്യം നമ്മളെ കാത്തുപാലിക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കണം. ഒരമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഒരു ആപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ച് പ്രസവിച്ച ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അങ്ങനെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരായിരിക്കും പട്ടാളത്തിൽ ചേരുന്നത്. അവർക്ക് ഭാര്യമാരുണ്ട്, ഗർഭിണിമാരായ ഭാര്യമാരുണ്ടാവും, അമ്മയുണ്ടാവും, രോഗിയായ അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും. അവരെ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ടാണ് നമുക്ക് വേണ്ടി അവർ രാജ്യം കാക്കുന്നത്. അപ്പം നമ്മൾ അവരെ എന്താ പറയാ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങളെല്ലാവരും അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം 2 പാട്ടുമായി ഞാൻ ഇതാ വരുന്നു. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയിലേ, കാറ്റൻ മൺവിളക്കുതിയിലേ, കുരുരിൽ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയിലേ, കാറ്റൻ മൺവിളക്കുതിയിലേ, കുരുരിൽ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. മനസ്സിലായോ? ദൂരസ്ഥലങ്ങളില് രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയി നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാര്, അവർക്ക് ജീവനുണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. അപ്പം നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കും എന്ന വിചാരത്തോടു കൂടി എല്ലാ സഹോദരങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ.